സ്കൂളിൻ്റെ ഒരു TV ആരോ മോഷ്ടിച്ചുകൊണ്ട് പോവുകയും തുടർന്ന് അകത്തേക്ക് നോക്കിയപ്പോൾ സാധനങ്ങളെല്ലാം പഠനോപകരണമെല്ലാം വാരി വിതറി. ഈ ഒരു ബസ് അത് ക്രോസ് ചെയ്തിട്ടിരിക്കുന്ന കാരണം അതിനകത്ത് എന്ത് നടക്കുന്നു എന്നറിയാൻ പറ്റാത്തൊരവസ്ഥയും കൂടെ ഉണ്ട്. അടിയന്തരമായി ഇതിനൊരു നടപടി സ്വീകരിക്കണമെന്ന് ഞാൻ അധികാരികളോട് അഭ്യർത്ഥിക്കുകയാണ്. നേമത്ത് ഗവൺമെന്റ് UPSൽ മോഷണ ശ്രമം. പള്ളിച്ചൽ ഗ്രാമപഞ്ചായത്തിലെ പ്രാവച്ചമ്പലം വാർഡിൽ ദേശീയപാതയോട് ചേർന്നുള്ള അനക്സിന്റെ കെട്ടിടത്തിലാണ് ബുധനാഴ്ച രാത്രിയോടെ മോഷണം നടന്നത്. പ്രീ പ്രൈമറി വിഭാഗത്തിലെ വർണ്ണക്കൂടാരം സ്ഥിതി ചെയ്യുന്ന ഭാഗത്തെ പഠനോപകരണങ്ങളും നശിപ്പിച്ചു. SSK സ്റ്റാർസ് പദ്ധതി പ്രകാരം ലഭിച്ച സാംസങ് LED TV ആണ് മോഷ്ടാക്കൾ കവർന്നത്. സാമൂഹ്യ വിരുദ്ധന്മാർ കടന്നുകയറി സ്റ്റോർ റൂമിൽ നിന്ന് മൺവെട്ടി ഉൾപ്പെടെയുള്ള കൃഷി ഉപകരണങ്ങൾ എടുത്ത പ്രീ പ്രൈമറി വിഭാഗം പ്രവർത്തിക്കുന്ന 3 ക്ലാസ് മുറികളിലെ വാതിലുകളുടെ പൂട്ട് പൊളിച്ചാണ് അകത്തു കടന്നിരിക്കുന്നത്. പഠനോപകരണങ്ങൾ വലിച്ചെറിഞ്ഞ നിലയിലാണ്. രാവിലെ സ്കൂളിലെ ക്ലീനിംഗ് സ്റ്റാഫ് എത്തിയപ്പോഴാണ് ഇക്കാര്യം ശ്രദ്ധയിൽപ്പെട്ടത്. നമ്മുടെ നാട്ടിൽ വളരെ നന്നായി നടന്നു പോകുന്ന ഒരു സ്കൂളാണ് നിർഭാഗ്യവശാൽ ഇന്ന് രാവിലെ നമ്മുടെ സ്കൂളിൻ്റെ ക്ലീനിംഗ് സ്റ്റാഫ് ക്ലാസ് തുറക്കുമ്പോഴത്തേക്കും ഈ അനക്സിലെ 3 ക്ലാസ്സുകളുടെ ഓടാമ്പൽ പൊട്ടിച്ച് അകത്ത് കയറി നമ്മുടെ സ്കൂളിൻ്റെ ഒരു TV ആരോ മോഷ്ടിച്ചുകൊണ്ട് പോവുകയും തുടർന്ന് അകത്തേക്ക് നോക്കിയപ്പോൾ സാധനങ്ങളെല്ലാം പഠനോപകരണമെല്ലാം വാരി വിതറി. അതറിഞ്ഞ് നമ്മൾ ഉടനെ തന്നെ പോലീസിൽ പരാതിപ്പെടുകയും വിരലടയാള വിദഗ്ധർ വന്ന് പരിശോധിക്കുകയും തുടർന്ന് നടപടികൾ എടുക്കുകയും ചെയ്തു. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ ഈ കള്ളനെ കണ്ടുപിടിക്കും എന്നാണ് പോലീസ് പറഞ്ഞിട്ടുള്ളത്. മറ്റൊന്ന്, ഈ സ്കൂളിൻ്റെ ഗേറ്റിൻ്റെ ഭാഗത്തെല്ലാം പലരും പല കടകളും നടത്തുന്നുണ്ട് രാത്രി. അതേപോലെ ഒരു സ്വകാര്യ കോളേജിൻ്റെ ഒരു ബസ് നടയിലുണ്ട്. ആ ബസ് അവിടെ കിടക്കുമ്പോൾ ഇതിനകത്ത് ആരെങ്കിലും കയറിയപ്പോഴും നാട്ടുകാർക്ക് ആർക്കും കണ്ടുകൂടാത്തൊരവസ്ഥയിലാണ് ബസ് കിടക്കുന്നത്. ഇതെല്ലാം മാറ്റി നല്ല രീതിയിലാക്കി തരണമെന്ന് നമ്മൾ പോലീസിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഏതാണ്ട് 50,000-ഓളം രൂപയുടെ നാശനഷ്ടങ്ങളാണ് കണക്കാക്കുന്നത്. സ്കൂളിന് സമീപം പള്ളിച്ചൽ പഞ്ചായത്ത് സ്ഥാപിച്ച ബോട്ടിൽ ബൂത്ത് നിറയെ മദ്യക്കുപ്പികളാണ് ഉള്ളതെന്നും നാട്ടുകാർ പരാതി പറയുന്നു. സ്കൂളിന് മുൻവശം ദേശീയപാത കയ്യേറി സ്ഥാപിച്ചിരിക്കുന്ന തട്ടുകടകളിൽ എത്തുന്നവർ മദ്യപിച്ച ശേഷം വലിച്ചെറിയുന്ന കുപ്പികൾ ഉൾപ്പെടെയാണ് ഇവയെന്നും പറയുന്നു. ഇവരിൽ ചിലർ സ്കൂൾ വളപ്പിലും മദ്യക്കുപ്പികൾ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയിട്ടുണ്ടെന്നും നാട്ടുകാർ പറയുന്നുണ്ട്. ഞാൻ ഈ പള്ളിച്ചൽ ഗ്രാമപഞ്ചായത്തിൻ്റെ 24 വാർഡ് മെമ്പറാണ്. 24 വാർഡ് എന്ന് പറഞ്ഞാൽ പ്രാവച്ചമ്പലം വാർഡിൻ്റെ മെമ്പർ അനൂജ് എന്നാണ് എൻ്റെ പേര്. നമ്മുടെ നേമം സ്കൂള്, നേമം വിക്ടറി ബോയ്സ് ഹൈസ്കൂൾ, ഗേൾസ് ഹൈസ്കൂൾ, അതുപോലെ തന്നെ UPSൻ്റെ അനക്സ് എന്നിവ സ്ഥിതി ചെയ്യുന്നത് ഈ വാർഡിലാണ്. ഈ വാർഡിൻ്റെ ഈ UPS എന്ന സ്കൂളിൻ്റെയും ബോയ്സിൻ്റെയും ഫ്രണ്ടിലായി 3-4 ദിവസമായി മറിയ കോളേജ് കഴക്കൂട്ടമാണെന്ന് കഴക്കൂട്ടം ഞെറമുട് ഇവിടെയാണ്. ആ സ്കൂളിൻ്റെ ഒരു ബസ് അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. പല പ്രാവശ്യമായിട്ട് അവരുടെ അടുത്ത് മാറ്റാൻ പറഞ്ഞിട്ടും ഇതുവരെ അത് അവിടുന്ന് മാറ്റിയിട്ടില്ല. പല പ്രാവശ്യം ബന്ധപ്പെടാൻ ശ്രമിച്ചിട്ടും കിട്ടിയിട്ടുമില്ല. എന്തായാലും അത് സ്ഥിതി ചെയ്തിരിക്കുന്നത് നമ്മുടെ UPSലെ LPS എല്ലാ കൊച്ചു കുട്ടികൾ പോകുന്ന സ്കൂളിൽ നമ്മുടെ ഈ ഭിന്നശേഷിക്കാർക്കായി ഒരു പാസേജ് ഇട്ടിട്ടുണ്ട്. അവർക്ക് കടന്നു പോകാനായിട്ടൊരു പാസേജ്, അതിനെ ചെറുത്ത് കൊണ്ടാണ് അവർ ഈ ബസ് ഇട്ടിരിക്കുന്നത്. അടിയന്തരമായി ഈ ബസ്സിനെ ഇവിടുന്ന് മാറ്റി. ഇന്നലെ ഒരു മോഷണം നടന്നതെന്ന് പറയാം. ഈ മോഷണം നടന്നതെന്ന് കാരണം വെച്ചാൽ ഈ ബസ് ഈ സ്കൂളിനെ റോഡിൽ കൂടെ പോകുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും അതിനകത്ത് നടക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ കയറി ചാടുകയോ ഉണ്ടെങ്കിൽ കാണാൻ പറ്റും. പക്ഷേ ഈ ഒരു ബസ് അത് ക്രോസ് ചെയ്തിട്ടിരിക്കുന്ന കാരണം അതിനകത്ത് എന്ത് നടക്കുന്നു എന്നറിയാൻ പറ്റാത്തൊരവസ്ഥയും കൂടെ ഉണ്ട്. അടിയന്തരമായി ഇതിനൊരു നടപടി സ്വീകരിക്കണമെന്ന് ഞാൻ അധികാരികളോട് അഭ്യർത്ഥിക്കുകയാണ്. സാമൂഹ്യ വിരുദ്ധർ സ്കൂൾ മതിൽ ചാടി വരാന്തയിൽ വിശ്രമിക്കുന്നതും കുടിവെള്ള ടാപ്പുകൾ ഉപയോഗിക്കുന്നതും നേരത്തെ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് പരാതി നൽകിയതാണ്. സംഭവത്തെക്കുറിച്ച് അന്വേഷണം നടത്തി മോഷണശ്രമം നടത്തിയവരെ കണ്ടെത്തണമെന്നും രാത്രികാലങ്ങളിൽ സ്കൂളിന് മുൻവശം തട്ടുകടകൾ കേന്ദ്രീകരിച്ച് നടക്കുന്ന സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ട സ്കൂൾ അധികൃതർ നേമം പോലീസിനും പള്ളിച്ചൽ ഗ്രാമപഞ്ചായത്തിനും പരാതി നൽകിയിരിക്കുകയാണ്. പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചു. സമീപത്തെ CCTV ക്യാമറകളിൽ നിന്നുള്ള ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. വിസ്മയ ന്യൂസ്, തിരുവനന്തപുരം.